ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ശ്രീഋഷിയുടെ നോളജ് ഗാലക്സിയുടെ പുതിയ മൊഡ്യൂളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വേറൊരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ എല്ലാവരിലും ബേസിക് ആയിട്ടുള്ള ഒരു ഫയറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളോട്, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളോട്, അല്ലെങ്കിൽ നമ്മളുടെ നേച്ചർ ബൈ നേച്ചർ നമ്മുടെ ബേസിക് നേച്ചറിനെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളോട് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ആസക്തി എന്ന് പറഞ്ഞ് നമ്മളതിനെ ചുരുക്കാൻ പാടില്ലെങ്കിൽ കൂടെ ഒരുതരം ഡിവോഷനാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ആ ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു കാര്യത്തോട് ഉണ്ടാവുന്ന ആത്മാർത്ഥത, ഡിവോഷൻ, അതുപോലെ നിങ്ങൾ എത്രത്തോളം അതിനകത്ത് ആക്ഷൻ ഓറിയൻറ്റഡ് ആകുന്നു, അതേപോലെ നിങ്ങൾക്ക് എത്രത്തോളം അത് ആവശ്യമായി മാറുന്നു, ആ ഒരു എന്താ പറയുക വാണ്ടും നീഡും തമ്മിലുള്ള റേഷ്യോസിൽ വരുന്ന ഡിഫറൻസ് ഒക്കെ വെച്ചാണ് ഈ ടേം കോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടേം എന്താണെന്ന് അറിയാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാ മനുഷ്യരിലും എപ്പോഴെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ക്വാളിറ്റിയെ പറ്റിയാണ്. ആൻഡ് ദിസ് ക്വാളിറ്റി ഈസ് പാഷൻ. സോ എന്താണ് പാഷൻ? പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബേസിക് ആയ നേച്ചറിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന നമ്മുടെ ഒരു ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ആവശ്യമാണ്. നമ്മൾക്ക് ആ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്ത് നമ്മൾ ആ ഒരു പൊസിഷനിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സംഭവം നമ്മൾ എന്താ പറയുക വർക്ക് ചെയ്ത് ഓവർകം ചെയ്ത് നമ്മൾ അതിനെ ഓവർ പവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഈഗോ സാറ്റിസ്ഫാക്ഷനും നമ്മുടെ ലൈഫിൻ്റെ ഒരു പേർപ്പസ് നിറവേറിയതുപോലെയൊക്കെ തോന്നാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് പാഷൻ. എന്താണ് നിങ്ങളുടെ പാഷൻ? പാഷൻ തിരിച്ചറിയുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. കാരണം അഭിരുചികൾ ചെറുതിലേ മുതലേ മനസ്സിലാക്കി അതിനെ പാഷനാക്കി മാറ്റുന്ന ആൾക്കാരുണ്ട്. അല്ലാതെ ബൈ നേച്ചർ തന്നെ നിങ്ങളുടെ നേച്ചറിനോട് കോംപ്ലിമെൻറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവത്തെ തിരിച്ചറിയുന്ന ആൾക്കാരുമുണ്ട്. സോ ഇതിൽ നേച്ചറിനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് നിൽക്കുന്ന സംഭവത്തെ പാഷനായി തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ ഒരുപാട് സക്സസ്ഫുൾ ആയി മാറാനുള്ള ചാൻസസ് ആണ് കൂടുതലും ഉള്ളത്. പക്ഷെ ഇനിയിപ്പോൾ നിങ്ങൾ ചെറുതിലേ മുതലേ പ്രാക്ടീസ് ചെയ്തു വരുന്ന ഒരു സംഭവത്തെ പാഷനായി എടുക്കുന്ന, അല്ലെങ്കിൽ അതിനെ കൂടുതൽ പെർഫെക്റ്റ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാരാണെങ്കിലും ഓഫ് കോഴ്സ് പെർഫെക്ഷനിൽ എത്തിച്ചേരാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ പാഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, നമ്മളുടെ ലൈഫിന് ഒരു പേർപ്പസ് നൽകുന്നത്. നമ്മുടെ ഇക്കിഗായി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ബുക്കുണ്ട്. അതിൻ്റെ ദ പേർപ്പസ് ഓഫ് ലൈഫ്, ദ സീക്രട്ട് ആൻഡ് ദ പേർപ്പസ് ഓഫ് ലൈഫ് എന്നാണ് അതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ജാപ്പനീസ് വേർഡ് ഇക്കിഗായി. സോ ഇക്കിഗായി എന്ന് വെച്ചാൽ ദ പേർപ്പസ് ഓഫ് ലൈഫ് എന്നാണ്. പാഷൻ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മുടെ കർമ്മരംഗം, അല്ലെങ്കിൽ നമ്മളുടെ അഭിരുചിക്കനുസരിച്ച് നമ്മുടെ സോളിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന, നമ്മളെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ഫാക്ടർ ഇൻ യുവർ ലൈഫ്. ഇറ്റ് ക്യാൻ ബി എ ഹോബി, ഇറ്റ് ക്യാൻ ബി യുവർ പ്രൊഫഷൻ, ഇറ്റ് ക്യാൻ ബി എ സർട്ടൻ എന്താ പറയുക വിഷൻ, ഒരു പെർട്ടിക്കുലർ വ്യൂ ഒക്കെ ആയി മാറാൻ ഒക്കെ അതിന് ചാൻസ് ഉണ്ട്. അതായത് ഈ ഒരു വ്യൂ ആയോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ആയോ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളൊരു കാര്യമായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലൈഫിൽ പോകാൻ താല്പര്യമുള്ളൊരു സ്ഥലമായിട്ടോ, അല്ലെങ്കിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു സാധനമായിട്ടോ ഒക്കെ അത് മാനിഫെസ്റ്റ് ആവാം. ആൻഡ് ഇതിനു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്നതോറും യു മൈറ്റ് നെവർ ഗെറ്റ് ടയേർഡ് ബിക്കോസ് ദ ഗോൾ ഈസ് യുവർ പാഷൻ. സോ അങ്ങനെ ഒരു പാഷൻ മുന്നിൽ കണ്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്കൊരിക്കലും അതൊരു വർക്കായിട്ട് തോന്നില്ല. അതാണ് പാഷൻ്റെ മെയിനായ കാര്യം. നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്നതൊന്നും നമുക്കതൊരു ഭാരമായോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടാത്തൊരു കാര്യം നമ്മളെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതായോ ഒന്നും തോന്നില്ല. പക്ഷെ നമ്മളുടെ ആവശ്യമാണ്, നമ്മുടെ നീഡാണ്, നമ്മളുടെ ജോലിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി അത് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യാനാണ് ചാൻസ്. കാരണം ഇഫ് യു ആർ വർക്കിംഗ് ടുവേർഡ്സ് യുവർ പാഷൻ, യുവർ വർക്ക് വിൽ ബി യുവർ വർഷിപ്പ് എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു പാത്ത് ഓഫ് യുവർ വേ ടുവേർഡ്സ് യുവർ പാഷൻ ഈസ് യുവർ വർഷിപ്പ് ടുവേർഡ്സ് ഇറ്റ് എന്നുള്ളതാണ്. സോ ഈ പാഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് വരുന്ന ഒരു ക്വാളിറ്റിയാണ് പാഷനേറ്റ് എന്ന് പറയുന്നത്. പാഷനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എത്രത്തോളം ഇൻറ്റൻസിറ്റിയിൽ അതിനു വേണ്ടി എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യും, വാട്ട് ലിമിറ്റ് വിൽ യു ഗോ ഫോർ യുവർ പാഷൻ എന്നുള്ളതാണ് അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള നേച്ചറുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാഷൻ നിൽക്കുന്ന ആ ഒരു പോയിന്റിന് വേണ്ടി നിങ്ങൾ എന്ത് വർക്കും, എത്ര തന്നെ എന്താ പറയുക ഡിസ്ട്രാക്ഷൻസ് വന്നാലും, എത്ര തന്നെ ഹേർഡിൽസ് വന്നാലും, നിങ്ങൾ അതിനെ എല്ലാം മറികടന്ന് ആ പാഷന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യും. അതാണ് ശരിക്കും പാഷൻ്റെ ഒരു
ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ശരിക്കും ഈ പാഷൻ എന്ന് പറയുന്ന സംഭവം ഒരു സ്ഥലത്ത് വരാൻ, അതായത് ഒരു കാര്യത്തിൽ നമുക്ക് തോന്നാൻ പല റീസൺസ് ഉണ്ടാവാം. പാഷൻ തോന്നാൻ സാധാരണഗതിയിൽ ഇമ്മച്വർ പാഷൻസ് ഫീൽ ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ കയ്യിൽ കിട്ടാത്ത, അല്ലെങ്കിൽ നെഗറ്റീവ് സാറ്റിസ്ഫാക്ഷൻ, നമ്മളുടെ കയ്യിൽ കിട്ടാത്ത ഒരു സാധനത്തോടുള്ള ഒരു 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 ഭ്രമം ആണ് ശരിക്കും പറഞ്ഞാൽ പാഷനായിട്ട് ചില സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യാറുള്ളത്. അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന പാഷനെല്ലാം ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, സർഫസ് ലെവലാണ്. അതെപ്പോഴും നിലനിന്നെന്ന് വരില്ല. നമ്മൾ എപ്പോഴാണോ ആ ഒരു എഫേർട്ട് നമ്മളെടുത്ത ആ ഒരു ഫസ്റ്റ് പാഷനേറ്റ് ആയിട്ട് നമ്മളെടുത്ത ആ ഒരു എഫേർട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോൾ വെയർ ഓഫ് ആവുന്നോ അപ്പോൾ തൊട്ട് ആ പാഷൻ താഴെ പൊയ്ക്കൊണ്ടിരിക്കും. ആ ഒരു നിങ്ങൾ കിട്ടിയ ആ ഒരു ഗോളിൻ്റെ ആ ഒരു എന്താ പറയുക വാല്യൂ നിങ്ങൾക്ക് പൊയ്ക്കൊണ്ടിരിക്കും. സോ നമ്മൾ എന്തിനു വേണ്ടിയാണോ വർക്ക് ചെയ്യുന്നത്, പാഷനേറ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ നമ്മൾ റെഡി ആണെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ലൈഫിൻ്റെ പാഷൻ എന്ന് പറയുന്നത്. സോ നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ എപ്പോഴും ഒരു പാഷൻ വേണം. ഈ പാഷൻ എന്ന് പറയുന്ന കാര്യം ഒരു പോസിറ്റീവായിട്ടുള്ള, നമ്മളെ പോസിറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്നതും ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഇഫ് യു ലവ് ദ വീഡിയോ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.